ഹായ് ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പകൽ കത്തിയെരിയുന്ന സൂര്യൻ്റെ പ്രകാശവും രാത്രികളിലെ കുറ്റാക്കൂരിരുട്ടും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പരിമിതികളും എല്ലാം ചേർന്ന് നമ്മളിൽ നിന്നും മറക്കപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ എത്ര വലുതായിരിക്കുമെന്ന്? ഒരിക്കലെങ്കിലും രാത്രികളിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നിന്നിട്ടുള്ള പലരിലും ഒരു തവണയെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ള ചോദ്യമാകും, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ഈ പ്രപഞ്ചത്തിൽ ഓരോ മണൽത്തരിയേക്കാളും നക്ഷത്രങ്ങളും ഓരോ നക്ഷത്രത്തെയും ചുറ്റി വലയം വെക്കുന്ന അനേകം ഗ്രഹങ്ങളുമുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അവയെ വലയം വെക്കുന്ന ഇത്രയും ഗ്രഹങ്ങളുമുള്ളപ്പോൾ ജീവൻ എന്നത് നമ്മുടെ കൊച്ച് ഭൂമിയിൽ മാത്രമാണ് രൂപം കൊണ്ടത് എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കുവാനായി സാധിക്കും? കാലങ്ങളായി ചൊവ്വയിലും യൂറോപ്പിലും ടൈറ്റനിലുമെല്ലാം തന്നെ നമ്മൾ ജീവനെ തിരയുന്നുണ്ട്. പക്ഷെ ഇന്നുവരെ കൃത്യമായ ഒരു തെളിവുകളും നമുക്കൊട്ട് ലഭിച്ചതുമില്ല. എന്നാൽ പക്ഷേ ജീവൻ എന്നത് നമ്മുടെ സൗരയൂഥത്തിനും പുറത്തായിരിക്കുമോ? നമ്മുടെ ശാസ്ത്രലോകം കാലങ്ങളായി നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഭൂമിയുടേതിനേക്കാൾ ജീവൻ നിലനിൽക്കുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഈ ഗ്രഹങ്ങളിൽ ഉണ്ടെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത്. ഒന്നാമതായി ശാസ്ത്രലോകം കണ്ടെത്തിയ ഗ്രഹം ഇതായിരുന്നു: KOI 5715.01. ഭൂമിയിൽ നിന്നും ഏകദേശം 3000 പ്രകാശ വർഷങ്ങൾക്കകലെ ജീവൻ നിലനിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ ഭൂമിയുടേതിന് ഏതാണ്ട് 2 ഇരട്ടി വലിപ്പം ഈ ഗ്രഹത്തിനുണ്ട്. വലിപ്പം കൂടുമ്പോൾ ജീവൻ രൂപപ്പെടുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കൂടുകയും മാത്രമല്ല, കോടിക്കണക്കിന് വർഷങ്ങളായി ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ കൂടി അതിനെ വലയം വെക്കുന്നു. അതുകൊണ്ട് തന്നെ ദ്രാവക രൂപത്തിലുള്ള ജലം ഇവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഈ ഗ്രഹം വലയം വെക്കുന്നതാകട്ടെ ഒരു ഓറഞ്ച് ഡ്വാർഫ് നക്ഷത്രത്തെയാണ്. നമ്മുടെ സൂര്യൻ ഏകദേശം 10 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ മരണമടയും. എന്നാൽ പക്ഷേ ഓറഞ്ച് ഡ്വാർഫ് നക്ഷത്രങ്ങൾക്ക് 70 ബില്യൺ വർഷങ്ങൾ വരെ ജീവിക്കുവാനായി സാധിക്കുന്നതാണ്. നമ്മുടെ സൗരയൂഥത്തിൽ കാണപ്പെടുന്ന ഭൂമി 4 ബില്യൺ വർഷത്തെ പരിണാമം കൊണ്ട് ഇത്രയൊക്കെ നേടുവാനായി സാധിക്കുമെങ്കിൽ 70 ബില്യൺ വർഷങ്ങൾ പരിണമിക്കുവാൻ സമയം കിട്ടുന്ന ആ ഗ്രഹം എത്രത്തോളം വികസിക്കുമായിരിക്കും? അവിടുത്തെ ജീവജാലങ്ങൾ നമ്മുടെ ഭാവനകൾക്കും അപ്പുറം വളരുവാനും ചിന്താശേഷി വർദ്ധിക്കുവാനും സാധിക്കുകയും ചെയ്യും. രണ്ടാമതായി നമ്മൾ കണ്ടെത്തിയ ഗ്രഹമായിരുന്നു ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റം. ഭൂമിയിൽ നിന്നും വെറും 39 പ്രകാശവർഷങ്ങൾ മാത്രമകലെ ഭൂമിയുടെ ഏകദേശം അതേ വലിപ്പമുള്ള 7 ഗ്രഹങ്ങളാണ് ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രത്തെ വലയം വെക്കുന്നത്. അതിൽ 3 ഗ്രഹങ്ങൾ ജീവൻ നിലനിൽക്കുവാൻ സാധ്യതയുള്ള ഹാബിറ്റബിൾ സോണിലുമാണ്. ഈ ഗ്രഹങ്ങൾ ഭൂമിയേക്കാൾ വളരെ പ്രായമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ രൂപപ്പെട്ടിട്ട് കോടിക്കണക്കിന് വർഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാകാം. ട്രാപ്പിസ്റ്റ് 1 ഈ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ്. ഇവിടെ ദ്രാവക രൂപത്തിലുള്ള ജലവും ഭൂമിയേക്കാൾ കട്ടിയുള്ള അന്തരീക്ഷവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ ഗ്രഹങ്ങൾ വലയം വെക്കുന്നത് ഒരു റെഡ് ഡാർഫ് നക്ഷത്രത്തെയാണ്. ഇതിലെ ഗ്രഹങ്ങളെല്ലാം തന്നെ ആ നക്ഷത്രവുമായി ടൈഡലി ലോക്കാണ്. അതായത് ഗ്രഹത്തിൻ്റെ ഒരു ഭാഗം മാത്രം എപ്പോഴും കത്തിയെരിയുന്ന സൂര്യന് അഭിമുഖമായി നിൽക്കുമ്പോൾ മറുപുറം ബഹിരാകാശത്തിലെ കടുത്ത തണുപ്പിനെ അഭിമുഖീകരിച്ചായിരിക്കും. എന്നാൽ പക്ഷേ ഈ 2 ഭാഗങ്ങൾക്കും ഇടയിലുള്ള ബാലൻസ് സോൺ ജീവൻ നിലനിർത്തുവാൻ അനുയോജ്യമായ താപനില നൽകിയേക്കാം എന്നതാണ് നമ്മുടെ കണ്ടെത്തൽ. മൂന്നാമതായി നമ്മൾ കണ്ടെത്തിയ ഗ്രഹമായിരുന്നു കെപ്ലർ 452b, അതായത് എർത്ത് 2.0 അല്ലെങ്കിൽ ഭൂമിയുടെ ഇരട്ട. 1402 പ്രകാശ വർഷങ്ങൾക്കകലെ ഭൂമിയുമായി വളരെയധികം സാമ്യമുള്ള ഒരു ഗ്രഹമാണ് കെപ്ലർ 452b. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ എർത്ത് 2.0 എന്ന് വിശേഷിപ്പിക്കുന്നതും.
ഈ ഗ്രഹത്തിന് അതിൻ്റെ നക്ഷത്രത്തെ ഒന്ന് വലയം വെക്കുവാനായി എടുക്കുക ഏതാണ്ട് 384 ദിനങ്ങളാണ്. നമ്മുടെ ഭൂമിയുടേതിന് ഏതാണ്ട് സമാനമായി തന്നെ. ഭൂമിയേക്കാൾ 50% അധികം വലിപ്പമുണ്ടെങ്കിലും ഇതിൻ്റെ ഭാരം ഭൂമിയുടേതിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. ആയതിനാൽ തന്നെ ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലം നമ്മുടെ ഭൂമിയേക്കാൾ 5 ഇരട്ടിയുമായിരിക്കും. ഇവിടെയും ജീവൻ നിലനിൽക്കുവാൻ അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നതും. നാലാമതായി ശാസ്ത്രലോകം പ്രതീക്ഷ അർപ്പിക്കുന്ന ഗ്രഹമാണ് കെപ്ലർ 22b. 600 പ്രകാശ വർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹം കിലോമീറ്ററുകൾ ആഴമുള്ള വിശാലമായ സമുദ്രങ്ങളുടെ ഒരു ജലലോകമാണ്. നമ്മുടെ ഇൻറ്റർസ്റ്റെല്ലാർ സിനിമയിലെ മില്ലർ പ്ലാനറ്റിന് സമാനമായി ഈ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ജീവൻ രൂപപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ വിശ്വാസവും. നമ്മൾ കണ്ടെത്തിയതും ഇനി കണ്ടെത്താനുള്ളതുമായ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ ഈ കൊച്ചു ഗ്രഹത്തിൽ മാത്രമല്ല ജീവൻ നിലനിൽക്കുന്നതും. നമുക്ക് കണ്ടെത്തുവാനായി സാധിച്ചില്ല എന്നതുകൊണ്ട് മാത്രം മറ്റ് ലോകങ്ങളിൽ ജീവനില്ല എന്ന് നമുക്കൊരിക്കലും പറയുവാനായി സാധിക്കുകയുമില്ല. പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുന്നതിലും വലുതും അത്ഭുതകരവുമായ ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഈ ചാനലിന് ഒത്തിരി അധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.